ഒന്നാമത്തെ സൊല്യൂഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഒന്നാമത്തെ സൊല്യൂഷൻ ഈ കീമെ അങ്ങ് റദ്ദ് ചെയ്യാം. എന്തിനാണ് ഇങ്ങനെ ഓരോ വർഷവും അധ്യാപകരെയും സ്റ്റുഡൻസിനെയും പേരൻസിനെയും ഒക്കെ ഇത്രയധികം ബുദ്ധിമുട്ടിലാക്കി നിങ്ങൾ ഇങ്ങനെ എക്സാം നടത്തുന്നത്? നിങ്ങൾക്ക് ഈ എക്സാമെ അങ്ങ് റദ്ദ് ചെയ്തിട്ട് IIT JEE നമ്മൾ മെഡിസിന് നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് IIT JEE മാർക്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ പോലെ എന്തിനാണ് ഇത്ര അധികം ബുദ്ധിമുട്ടിൽ മനുഷ്യനെ ആക്കുന്നത്? ഓരോ തവണയും ഇത് കേസിലേക്ക് പോവുകയും കുട്ടികളുടെ ക്ലാസ് തുടങ്ങാൻ വൈകുകയും അവർക്ക് ഒരു മാസത്തെ ക്ലാസ്സിനുള്ളിൽ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത എക്സാം എത്തുകയും ചെയ്യുന്ന രീതിയിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഇങ്ങനൊരു എക്സാമിൻ്റെ ആവശ്യകത എന്നാണ്? ഒന്ന്, ക്യാൻസൽ കീം. ഒന്ന് ഫസ്റ്റ് സൊല്യൂഷൻ നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇൻ കേസ് ഇത് വൃത്തിയായിട്ട് നടത്തണമെങ്കിൽ, എൻട്രൻസ് ആയിട്ട് തന്നെ നടത്തണമെങ്കിൽ നിങ്ങൾ നടത്തിക്കോ. പക്ഷേ എന്തിനാണ് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് ആഡ് ചെയ്യുന്നത്? നിങ്ങൾ IIT JEE 2015 അശോക് മിശ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കാം. ശ്രീമതി ടെസി തോമസ് ഉൾപ്പെടെയുള്ളവരെ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഈ ബോർഡ് എക്സാം മാർക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലോങ് ടേം ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടക്കുന്നു എന്നുള്ള ഒരു സംഗതിയും അതുപോലെ പാവപ്പെട്ടവരെ മെയിൻ അരീനയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇത് നടപ്പിലാക്കുകയും എന്നാൽ അത് ബാക്ക് ഫെയർ ചെയ്യുകയും അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല, ഇതുകൊണ്ട് പ്രയോജനമൊന്നും പാവപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് 2 വർഷം കൊണ്ട് IIT JEE അത് റദ്ദ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് റദ്ദ് ചെയ്യുകയാണ് വേണ്ടത്. ബോർഡ് എക്സാമിൻ്റെ മാർക്ക് ആഡ് ചെയ്യുന്ന അവസ്ഥ റദ്ദ് ചെയ്യുക. എന്നിട്ട് എന്താണ്, എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. സൊല്യൂഷൻ നമ്പർ 2. 2 സൊല്യൂഷൻ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷം വരെ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു ഫോർമുലയുണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല. ആ ഫോർമുലയിൽ വന്നിരിക്കുന്ന എറർ, ആ ഫോർമുല എന്തുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കുക. ആ ഡിസ്ട്രിബ്യൂഷനിൽ വന്നിരിക്കുന്ന എറർ എന്താണെന്ന് മനസ്സിലാക്കുക. ആ എറർ കറക്റ്റ് ചെയ്യാനായിട്ട് ട്രാൻസ്ഫോർമേഷൻസ് ആണ് ചെയ്യേണ്ടത്. ആ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഡേറ്റ കറക്റ്റ് എന്നിട്ട് അതിനകത്ത് അത് അപ്ലൈ ചെയ്യുക. അപ്പോഴും ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാം. മുഴുവൻ മാർക്കും വാങ്ങിക്കുന്ന കേരള സിലബസിലെ സ്റ്റുഡൻസിന്, അതായത് എൻട്രൻസിൻ്റെ എക്സാമിനും ബോർഡ് എക്സാമിനും എല്ലാം 100% മാർക്ക് വാങ്ങിച്ചിട്ട് സ്റ്റിൽ അവൻ്റെ റാങ്ക് 25 പോകുന്നു എന്നുള്ള പ്രശ്നം, അത് പരിഹരിച്ച് അവനും ഫസ്റ്റ് റാങ്ക് വരുന്നു എന്നുള്ള സാഹചര്യം ഉറപ്പുവരുത്തിയാൽ മാത്രം മതി കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഫോർമുലാസ് നിങ്ങൾക്ക് വീണ്ടും കറക്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നാലാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ബോർഡ് എക്സാം നടത്തണം അല്ലെങ്കിൽ കൺവെൻഷണൽ ട്രഡീഷണൽ ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടെ നടത്തി ആ എക്സാമോടെ നടത്തി തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് അത്ര വലിയ കടുംപിടുത്തം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ കേരള ഈ എൻട്രൻസ് എക്സാം നടത്തുന്ന സിയുടെ ഓഫീസിൽ നിന്ന് തന്നെ നിങ്ങൾ എന്താണ് പേപ്പർ 2ൻ്റെ ഒരു എക്സാം അങ്ങ് നടത്തുക. പേപ്പർ 2 കൂടെ നടത്തി കഴിഞ്ഞാലായിട്ട് എന്താണ്, എല്ലാവരും ഒരേ എക്സാം എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ 4 സൊല്യൂഷനിൽ ഏതെങ്കിലും അപ്ലൈ ചെയ്ത് ഈ നാട്ടിലെ സ്റ്റുഡൻസിനെ, ഈ അവരുടെ പേരൻസിനെ, ഈ കുടുംബങ്ങളെ നിങ്ങൾ രക്ഷിക്കുക. അല്ലാതെ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് അവരെ കൊണ്ടുവന്ന് വലിയ കൺഫ്യൂഷൻസിലേക്ക് കൊണ്ടുവന്ന് കോടതി കേസുകൾ ഓരോ വർഷവും ക്ലാസ് വൈകിപ്പിച്ച് അത് ഫസ്റ്റ് ഇയറിലേക്ക് ചെല്ലും അഡ്മിഷനകത്ത് ബുദ്ധിമുട്ടുകൾ വരുത്തുക, പിള്ളേർക്ക് പഠിക്കാൻ പറ്റാതെ വരിക, വളരെ വളരെ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഫസ്റ്റ് ഇയർ തന്നെ അവർ പഠിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ആദ്യ വർഷം തന്നെ നിങ്ങൾ ഇത് മൊത്തത്തിൽ അവരുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. തുടക്കം തന്നെ നിങ്ങൾ നശിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥ എന്നെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് മാറ്റുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതാണ്.